ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതം ഉറങ്ങിക്കഴിഞ്ഞ ശേഷം നിധി സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അലമാര തുറന്ന് ആ റെസീറ്റ് എടുക്കുകയാണ്. അനാഥാലയത്തിന്റെ ഒരു റെസീറ്റ് നിധിക്ക് കിട്ടിയത് നിധി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഒരു റെസീറ്റ് എടുത്ത് അതിലെ വാക്കുകളൊക്കെ അതിലെഴുതിയ ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ലാപ്ടോപ്പ് എടുത്ത് ഗൂഗിളിൽ ഓരോ വാക്കുകളും ചേർത്ത് ഓരോ ആശ്രമത്തിന്റെ പേരും സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ നിധി ഒരുപാട് ആശ്രമത്തിന്റെ പേരുകൾ സങ്കല്പിച്ച് നിധി ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. അവസാനം ഒരു പേര് നിധിക്ക് കിട്ടുകയാണ് കേട്ടോ. ആ സെർച്ച് ചെയ്ത സമയത്ത് അതിൽ ആശ്രമത്തിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസുകളും വരികയാണ്. അങ്ങനെ നിധി നാളെ തന്നെ ആ ആശ്രമത്തിലേക്ക് പോകണം എന്നുള്ള തീരുമാനമെടുക്കുകയാണ് കേട്ടോ. അവിടെ പോയി ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു തരില്ല. അതുകൊണ്ട് ഞാൻ നാളെ നിധിയായിട്ട് പോവാൻ പാടില്ല, മറ്റൊരാളുടെ പേര് സഹിതം വേണം അവിടേക്ക് പോവാൻ എന്ന് നിധി തീരുമാനിക്കുകയാണ്. എന്നിട്ട് നിധി മനസ്സിൽ സ്വയം കരുതുകയാണ്, വസുന്ധര മേഡം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് ാണെങ്കിൽ അത് ഒരിക്കലും ഗൗതം അറിയാൻ പാടില്ല. എൻ്റെ ഗൗതമിനെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഗൗതമിനെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യവും ഗൗതം അറിയാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിൽ നിധി തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധി ആ ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നിധിയുടെ കയ്യിലുള്ള റെസീറ്റ് ഒത്തു നോക്കുകയാണ്. എന്നിട്ട് നിധി മനസ്സിൽ കരുതുകയാണ്, ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അറിവ് എനിക്ക് ഇവിടെ നിന്നും കിട്ടാതിരിക്കില്ല എന്ന് മനസ്സിൽ കരുതിയ ശേഷം നിധി ആ ആശ്രമത്തിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ നിധിയെ കണ്ടതോടുകൂടി അവിടെയുള്ള കുട്ടികളൊക്കെ ഓടി വരികയാണ്. എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, ചേച്ചി ഇന്ന് ചേച്ചിയുടെ പിറന്നാളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ഇവിടേക്ക് എല്ലാവരും വരാറ് പിറന്നാളോ അങ്ങനെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിലാണ്, എന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മിഠായിയൊക്കെ തരാറുണ്ട് എന്ന് പറയണം. അങ്ങനെ നിധി ബാഗിൽ നിന്ന് കുറച്ച് മിഠായി എടുത്ത് ആ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ പിറന്നാൾ അല്ലെങ്കിലും നിങ്ങൾക്കുള്ള മിഠായിയൊക്കെ ഈ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിധി അവരുടെ കയ്യിൽ മിഠായി കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ആ ആശ്രമത്തിലെ സ്റ്റാഫ് വരികയാണ്. അപ്പോൾ നിധി ആ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, ആശ്രമത്തിലെ ഓണർ ആരാണ്, എനിക്കൊന്ന് കാണണം അദ്ദേഹത്തിനെ എന്ന് പറയാണ്. അപ്പോൾ ഓണർ പുറത്തു പോയി, പക്ഷേ ഇവിടെ മാനേജർ ഉണ്ട്, നിങ്ങൾക്ക് മാനേജറെ പോയി കാണാം എന്ന് പറയാണ്. അങ്ങനെ നിധി മാനേജറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മാനേജർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാനൊരു സ്റ്റീൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ കമ്പനിക്ക് ചൈന, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക, USA അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും 10 ആശ്രമങ്ങളിലേക്കായി ഞങ്ങൾ 25 ലക്ഷം രൂപ ധനസഹായമായി കൊടുക്കാറുണ്ട്. അതുപോലെ ഈ ഒരു ആശ്രമത്തിലേക്കും ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ ഒരു ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയണം. അത് കേട്ടപ്പോൾ ആ മാനേജർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ നിധിയോട് അവിടെ ഇരിക്കാൻ പറയുകയാണ്. അപ്പോൾ മാനേജർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ ഡൊനേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഈ സ്ഥാപനം നല്ലതുപോലെയാണ് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്കൊന്ന് നോക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നല്ലതുപോലെ ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഇതിന് ഞങ്ങൾ ഇറങ്ങാറുള്ളൂ. അതുപോലെ ഇവിടെ എത്ര കുട്ടികളുണ്ട് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസുകളും ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയാണ്. അങ്ങനെ മാനേജർ പറയുകയാണ്, ഞങ്ങളുടെ ഈ സ്ഥാപനം നല്ലതുപോലെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 40 വർഷമായി ഈ ആശ്രമം നല്ലതുപോലെയാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. നിങ്ങൾക്ക് പുറത്ത് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഞങ്ങൾ ഇവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുത്താറില്ല, ഒരു തരത്തിലും കൃത്രിമവും നടത്താറില്ല. അപ്പോൾ നിധി പറയണേ, നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെ ആയിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളുടെ ഈ ഡോക്യുമെന്റും കാര്യങ്ങളും കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയണം. അപ്പോൾ മാനേജർ പറയണേ, കുട്ടികളുടെ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു പെർമിഷനും ഇല്ല, അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് കണ്ടാൽ മാത്രം മതി എന്ന് നിധി വീണ്ടും പറയണം. മാനേജർ പറയുന്നുണ്ട്, എനിക്കത് കാണിച്ചു തരാനുള്ള ഒരു ഓപ്ഷനും ഇല്ല, അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ പോവുകയാണ്, ഞാൻ മറ്റേതെങ്കിലും ഒരു ആശ്രമം, ഒരു അനാഥാലയം കണ്ടെത്തിയിട്ട് അവർക്ക് ഞാൻ ഈ ഡൊണേഷൻ കൊടുത്തോണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ മാനേജർ അയ്യോ അങ്ങനെ പറയരുത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും സ്ഥാപനം നടത്തുന്ന ഓണറെ വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് അവരെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയട്ടോ. അങ്ങനെ നിധിയുടെ മുന്നിൽ വെച്ച് തന്നെ അവർ വിളിക്കുകയാണ്. അങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ മെയിൻ ആൾക്ക് വിളിക്കുന്ന സമയത്ത് ഫോണിൽ കിട്ടുന്നില്ല. അപ്പോൾ മാനേജർ പറയുകയാണ്, എനിക്ക് കിട്ടുന്നില്ല, എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിധി പറയണേ, ഞാൻ അതിന് രജിസ്റ്ററൊക്കെ കണ്ട ശേഷം ഞാൻ അത് തട്ടിക്കൊണ്ട് പോകുന്നു എന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്, എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ രജിസ്റ്റർ ചെയ്ത എല്ലാ ഫയലുകളും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ഞാനത് കൊള്ളയടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ആ മാനേജർ നിധിക്ക് ആ ഡോക്യുമെൻറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാനേജർ നിധിക്ക് ആ ഡോക്യുമെൻറ്റുകളൊക്കെ
കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ആ മാനേജർ പറയുകയാണ്, ഇവിടെ എല്ലാ കുട്ടികളുടെയും എല്ലാ ഡോക്യുമെൻറ്റും രജിസ്റ്റർ ചെയ്തതും എല്ലാം തന്നെ ഇതിലുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിൽ ഏതായിരിക്കും ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യമുള്ളത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് നിധി ചോദിക്കുകയാണ് ആ മാനേജറോട്, ഇതിൽ 30 വർഷങ്ങൾക്ക് മുന്നേ വന്ന കുട്ടികളുടെ ഡോക്യുമെൻ്റൊക്കെ ഏതിലാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദാ ഈ ഇരിക്കുന്ന റാക്കിലാണ് ആ ഡോക്യുമെൻറ്റുകളൊക്കെ ഇരിക്കുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ നിധി അതിലെ ഒരു ഫയൽ എടുത്ത് അതിൽ എഴുതിയിരിക്കുന്ന ഓരോ പേരുകൾ ഇങ്ങനെ വായിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് മാനേജർക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ നിധിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് നോക്കിക്കോളൂ, അപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് മാനേജർ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നിധി ഓരോ ഫയലുകളും എടുത്ത് അതിലെ പേരുകളൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം നിധിക്ക് ഒരു ഫയൽ എടുത്ത് അതിൽ നിന്നും ഓരോന്ന് നോക്കുന്ന സമയത്ത് ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം കിട്ടുകയാണ്. അങ്ങനെ നിധി സന്തോഷത്തോടും മൂടി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് അതിലെ പേര് വായിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗൗതമിനെ കുറിച്ച് ഗോപിനാഥ് മയക്കത്തിൽ പറയുന്ന വാക്കുകളൊക്കെ നിധിക്ക് ഓർമ്മ വരികയാണ്. ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് വസുന്ധര എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ നിധി ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതമിൻ്റെ ആ ഒരു പേര് എഴുതിയ ഭാഗത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ഗൗതമിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിർമ്മല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിധി ആട്ടിപ്പോവുകയാണ്. ഗൗതമിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിർമ്മല എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം അറിഞ്ഞതോടുകൂടി പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ്. എന്നിട്ട് നിധി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, പാറു പറഞ്ഞ ആ വാക്കുകളൊക്കെ, ഗൗതമിനെ പ്രസവിച്ചത് ഞാനാണ്, എൻ്റെ മോനാണ് ഗൗതം, ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചതാണ് എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നിധി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഗൗതമിൻ്റെ അമ്മയുടെ പേര് നിർമ്മല എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൗതമിനെ ഇവർ ദത്തെടുത്ത് വളർത്തിയതാണ്, ഗൗതമിൻ്റെ പെറ്റമ്മ നിർമ്മലയാണ് എന്നുള്ള സത്യം അപ്പോൾ നിധി മനസ്സിലാക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ശിവാനിയാണെങ്കിലും പുറത്തിറങ്ങാൻ വേണ്ടി ഒരു ഉപായം കണ്ടെത്തുകയാണ്. അച്ഛൻ പൂട്ടിയിട്ട റൂം എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് തുറപ്പിക്കണം എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനി കതകിന്മേൽ തട്ടുകയാണ്. അമ്മ ഇതൊന്ന് തുറന്നു തായോ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ. ആ സൗണ്ട് കേട്ട് അവിടേക്ക് രേണുക വരികയാണ്. എന്നിട്ട് രേണുക പറയാണ്, നീ എത്ര ബഹളം വെച്ചിട്ടും ഒരു കാര്യവുമില്ല, എനിക്കിത് തുറക്കാൻ കഴിയില്ല, കാരണം എൻ്റെ കയ്യിൽ ചാവിയില്ല, നിൻ്റെ അച്ഛനാണെങ്കിലോ ഇവിടെ ഇല്ല, നിൻ്റെ അച്ഛൻ പുറത്തു പോയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിത് തുറക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, അമ്മ എങ്ങനെയെങ്കിലും ഇത് തുറന്ന് തന്നേ മതിയാവും, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നീ എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല, ഇത് തുറക്കാൻ കഴിയില്ല, ഞാൻ എങ്ങനെ തുറക്കാനാണ് എന്ന് പറയുമ്പോൾ, അമ്മ ഇത് എങ്ങനെയെങ്കിലും തുറന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ എല്ലാ സാധനവും ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ട് നശിപ്പിക്കും എന്ന് പറഞ്ഞ് അലമാര തുറന്നിട്ട് രേണുകയുടെ എല്ലാ ഡ്രസ്സുകളും നിലത്തേക്ക് വലിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ രേണുക, നീ എന്താടി ശിവാനി ഈ കാണിക്കുന്നത്, നീ എന്തിനാ അതൊക്കെ നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മ മര്യാദയ്ക്ക് ഈ കതക് തുറന്നു, അല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഈ പുതിയ സാരികൾ എല്ലാം തന്നെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും എന്ന് പറഞ്ഞ് ശിവാനി രേണുകയുടെ എല്ലാ സാരികളും ഒരു ഭാഗത്ത് ഒരു കൂട്ടി വെച്ച ശേഷം ഒരു തീപ്പെട്ടി എടുത്ത് അത് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രേണുക പറയുന്നത്, ശിവാനി അത് നശിപ്പിക്കില്ല, അത് അത്രയും നല്ലതാണ്, എൻ്റെ പുതിയ സാരികളാണ്, അതൊന്നും കേടുവരുത്തല്ല, ഞാൻ എങ്ങനെയെങ്കിലും ആ കതക് തുറക്കാൻ വേണ്ടി നോക്കട്ടെ, നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് രേണുക കതക് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചാവി എടുത്തുകൊണ്ട് വന്ന് ശിവാനിയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ കതക് രേണുക അങ്ങ് തുറക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ആ സമയത്ത് ശിവാനി കതക് അടച്ച ശേഷം കുറ്റിയിടുകയാണ്. അപ്പോഴത്തേക്കും രേണുക നിലത്ത് കിടക്കുന്ന സാരികളൊക്കെ വാരിയെടുത്ത് കട്ടിലിൽ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ, നീ എന്തിനാണ് ഇങ്ങനത്തെയൊക്കെ പൊട്ടത്തരം കാണിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി പറയുകയാണ്, അമ്മ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറയട്ടോ. അപ്പോൾ രേണുക പറയാൻ, നീ ഒരക്ഷരം മിണ്ടരുത്, നിന്റെ എല്ലാവിധ കാര്യത്തിനും ഞാൻ കൂട്ടുനിന്നതല്ലേ, നിന്നെ എല്ലാവിധ തരത്തിലും സഹായിക്കുന്നതുമാണ്, എന്നിട്ട് നീ എന്തിനാണ് അമലിനെ കുറിച്ചുള്ള ആ കാര്യം എന്നോട് പറയാതിരുന്ന, ആ വൃത്തികെട്ടവനുമായി നീ എന്തിനാണ് പിന്നെയും കൂട്ടുകൂടാൻ നിൽക്കുന്നത്, നിന്റെ ജീവിതം തന്നെ കളഞ്ഞവനാണ് അവൻ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാനിരുന്നപ്പോൾ അതുപോലും അവൻ കാരണമാണ് തട്ടിത്തെറിപ്പിച്ച് പോയത്, അതുകൊണ്ട് നീ പിന്നെ എന്തിനാണ് അവന് പൈസ കൊടുക്കാനൊക്കെ പോയത്, അതുകൊണ്ടല്ലേ ഈ വക പ്രശ്നങ്ങളൊക്കെ വന്നത്, ആ നിധി ഇവിടെ വന്ന് ഓരോന്ന് കാണിച്ചിട്ടും ഓരോന്ന് ഉപദേശവും തന്നപ്പോൾ എനിക്കങ്ങ് ഭ്രാന്താണ് വന്നത്, നിന്നെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്, നിനക്ക് ഇപ്പോൾ നല്ലൊരു ജീവിതമാണ് വസുന്ധര മേഡം ഒരുക്കി തന്നത്, പ്രണവിനെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ സുഖമായി നിനക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് അതുപോലും നീ അത് ഉപയോഗിക്കാതെ നീ ഇങ്ങനെ ഒരു പൊട്ടത്തരം കാണിച്ച് അമലുമായി ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയിരിക്കുന്നു, നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിച്ചത് എന്ന് രേണുക പറയട്ടോ. അപ്പോൾ അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, നിധി പറയുന്നതൊക്കെ അമ്മ അങ്ങ് വിശ്വസിച്ചോ, ഞാൻ നിധി പറയുന്നത് പോലെയൊന്നുമല്ല ചെയ്തത്, ഞാൻ അമലിനെ കാണാൻ പോയതിന് തക്കതായ കാരണമുണ്ട്, വസുന്ധര മേഡം പറഞ്ഞതുപോലെ തന്നെ പ്രണവിനെ ഞാൻ ദിവസവും വിളിച്ച് അവനെ എൻ്റെ വശത്താക്കി വെച്ചിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്,
അതൊക്കെ അതേപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനും പ്രണവും വിവാഹിതരാവാൻ പോകുന്നു എന്ന് അമൽ മനസ്സിലാക്കിയിട്ട് അവൻ എന്നെ ഫോൺ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ പ്രണവിനോട് നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അമ്മേ. അപ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടി അവൻ എന്നോട് 10 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എന്നിട്ടാണ് എനിക്ക് ഈ കിട്ടിയ പൈസയുമായി ഞാൻ അവനെ കാണാൻ വേണ്ടി ചെന്നത്. ആ സമയത്താണ് നിധി അവിടെ വന്ന് എല്ലാ കാര്യവും കുളമാക്കിയത്. അത് കേൾക്കുമ്പോൾ രേണുക ആകെ അതിശയിച്ചു പോവുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ പറഞ്ഞതെല്ലാം സത്യമാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ, ആ അമ്മേ, ഇതൊന്നും അറിയാതെയാണ് അമ്മ എന്നെ നിധിയുടെ കൂടെ ചേർന്ന് അച്ഛനും അമ്മയും കൂടി എന്നെ അടിച്ചത് എന്ന് പറയട്ടോ. മോളെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ, നീ എന്നോട് ക്ഷമിച്ചേക്ക്. അപ്പോൾ ശിവാനി പറയണ, നിധിക്ക് അല്ലെങ്കിലും നമുക്ക് നല്ലത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നിധിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നിധി ഇങ്ങനെ ഒരു കളി കളിച്ചത്. എനിക്ക് നല്ലത് വരുന്നതൊന്നും നിധിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നിധി അച്ഛനെ കണ്ട് അവൾ ഇങ്ങനെ എരിപിരി കയറ്റി അച്ഛനെ കൊണ്ട് എന്നെ അടിപ്പിച്ചതും ഇങ്ങനെയൊക്കെ ചെയ്തതും എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയതും ഒക്കെ നിധി അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ രേണുകൾക്ക് ഇങ്ങനെ ദേഷ്യവും കലിപ്പും കൂടി വരികയാണ് നിധിയോട്. എന്നിട്ട് ശിവാനി പറയണ, ഞാൻ ആ നിധിയെ വെറുതെ വിടില്ല. അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ പ്രണവിനെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവളെ ഞാൻ ആ വീട്ടിൽ നിന്നും തുരത്തി ഓടിപ്പിക്കുക തന്നെ ചെയ്യും. നിധിയെയും ഗൗതമിനെയും ഞാൻ പിരിക്കുകയും അവളെ ഞാൻ പഴയതുപോലെ ഒന്നുമല്ലാത്തവളാക്കി തീർക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് ഞാൻ ഇനി കളിക്കാൻ പോകുന്നത് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ രേണുകയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്.